നോമ്പു തുറന്നാൽ ക്ഷീണമകറ്റാനും ഉന്മേഷത്തോടെ ഇരിക്കാനും നല്ലതാണ് ജീരകക്കഞ്ഞി. അരി, നാളികേരം, മഞ്ഞൾപ്പൊടി, ഉലുവ, ചെറിയുള്ളി, മല്ലിപ്പൊടി, നല്ല ജീരകം, വെളുത്തുള്ളി എന്നിവ ചേർത്തുണ്ടാക്കുന്ന ജീരകക്കഞ്ഞി വിതരണം ഇത് 30ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. തൃശൂർ ചളിങ്ങാട് നുസ്രത്തുൽ അനാം ചാരിറ്റബിൾ ട്രസ്റ്റ് 75 കിലോ അരിയുടെ കഞ്ഞിയാണ് ദിവസവും ഇവിടെ വിതരണം ചെയ്യുന്നത്. നോമ്പെടുക്കുന്നവർക്ക് മാത്രമല്ല, വൈകുന്നേരം പാത്രവുമായി വരുന്ന എല്ലാവർക്കും നല്ല ചൂടുള്ള ജീരകക്കഞ്ഞി ഇവിടെ ലഭിക്കും. 25 വർഷമായി ചളിങ്ങാട് സ്വദേശി ഷെഫീഖാണ് കഞ്ഞി തയ്യാറാക്കുന്നത്. ഇതിപ്പോ 30 വർഷമായി. ഞാൻ 20 വർഷത്തായി ഞങ്ങളെ. ഇതിപ്പോ കാലത്ത് ഞങ്ങൾ 6 മണിക്ക് വരും. 6 മണിക്ക് വന്നിട്ട് 12 മണിയാകുമ്പോഴത്തേനും നമ്മളെ പരിപാടി അവസാനിക്കും. ഇത് കഴിഞ്ഞപ്പോൾ ശരീരത്തിന് നല്ലതാണ്, അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും നല്ല കാര്യങ്ങൾക്ക് ഇത് കുടിക്കാനൊക്കെ കുടിക്കുന്നവർക്ക് നല്ലത് പറയണം കംപ്ലീറ്റ്. നുസ്രത്തുൽ അനാം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിരവധി ജനോപകാര പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. കോവിഡ് കാലത്തൊഴിച്ച് ബാക്കി നോമ്പുകാലത്തെല്ലാം ജീരകക്കഞ്ഞി വിതരണം മുടങ്ങാതെ നടത്തിയിട്ടുണ്ട്. നിരവധി മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ട്രസ്റ്റ് നേതൃത്വം നൽകുന്നു. 29 വർഷം ആയി ഈ കഞ്ഞി പരിപാടി തുടങ്ങിയിട്ട്. അതുകൂടാതെ പല ചാരിറ്റി പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. അതായത് വിവാഹം, ചികിത്സ, പിന്നെ അതേപോലെ പല കാര്യങ്ങളും ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ ഭംഗിയായിട്ട്. നമ്മുടെ ഈ ഒരു 5-6 കിലോമീറ്റർ ഏരിയയിലുള്ള ജാതി മതഭേദമന്യേ രാഷ്ട്രഭേദമന്യേ എല്ലാവരും ആര് വന്നാലും നമ്മൾ ഈ കഞ്ഞി കൊടുക്കുന്നുണ്ട്. അതിൽ അവരുടെ ആവശ്യപ്രകാരം എത്രയാണോ അവർ കൊണ്ടുവരുന്ന പാത്രത്തിൽ എത്രയാണോ അതിന് പ്രകാരമാണ് നമ്മൾ കഞ്ഞി കൊടുക്കുന്നത്. നമുക്കൊരു 3 വാർപ്പ് കഞ്ഞി നമ്മൾ ഡെയിലി 28 വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 1 മണിയോടെ കഞ്ഞി തയ്യാറാകും. വൈകുന്നേരം 5 മണിയോടെ പാത്രവുമായി കഞ്ഞി വാങ്ങാനെത്തുന്നവരുടെ തിരക്കാണ്. ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളെല്ലാം ഇവിടെ എത്തി നോമ്പുകാലത്ത് കഞ്ഞി വാങ്ങി കഴിക്കുന്നു. പല വിഭാഗങ്ങളിൽ നിന്നുള്ള സംഭാവനകൾ ചേർത്താണ് എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.